രോഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ ലഭിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു വിവരം എല്ലാവരിലും എത്തിക്കാട്ടോ. നമ്മുടെ നാട്ടിലുള്ള ചാനലുകാരൊന്നും ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പറയൂല. കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഹാർട്ട്, കണ്ണ്, എല്ല്, ഇപ്പോൾ കിഡ്നി അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ 5 പൈസ ചെലവില്ല. അത് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെക്കപ്പ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും 5 പൈസ ഈ ഒരു ഹോസ്പിറ്റൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല കേട്ടോ. ഇത് ആന്ധ്രയിലാണ്. ആന്ധ്രയിലെ പുട്ടവർത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. സായിബാബാന്റെ പേരിലുള്ള ഹോസ്പിറ്റലാണ്. ഈ ഒരു ഹോസ്പിറ്റൽ ബാംഗ്ലൂരും ഉണ്ട്. അപ്പോൾ ആരും മാറി ബാംഗ്ലൂർ പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിറ്റിയാണ്. സിറ്റി ആവുന്ന സമയത്ത് അവിടെ നമ്മൾ താമസിക്കാനൊക്കെ ഇതിന് റൂമിന് പൈസയൊക്കെ ഒരുപാട് കൊടുക്കേണ്ടി വരും. ഇവിടെ ഹോസ്പിറ്റലിനകത്ത് കിടന്നു കഴിഞ്ഞാൽ രോഗിയുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് റൂം എടുക്കേണ്ടി വരും. അപ്പോൾ റൂം എടുക്കുന്ന സമയത്ത് സിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റെന്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് പുട്ടവർത്തി എന്ന് പറയുന്നത് ഒരു വില്ലേജ് ഏരിയ ആണ്. ഇവിടെ ഒട്ടും ചിലവില്ല. 100 രൂപയ്ക്ക് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു റൂം കിട്ടും. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ ഫുഡിനും വളരെ എക്സ്പെൻസ് കുറവാണ്. ബാംഗ്ലൂർ സിറ്റിയിൽ വൈറ്റ് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് സായിബാബാന്റെ പേരിൽ തന്നെയുള്ള ഇതിന് വേറൊരു ഹോസ്പിറ്റൽ. അവിടെ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ആണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുറത്ത് കൂടുതൽ ആളുകൾ പേഷ്യന്റിന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് താമസിക്കാനും ഫുഡിനൊക്കെ ആയിട്ട് ഒരുപാട് എക്സ്പെൻസ് വരും. അപ്പോൾ ഇവിടെ ആവുമ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസും കാര്യങ്ങളില്ല. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇപ്പൊ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും പിരിവ് നടത്തുന്നുണ്ട്. വർഷങ്ങളോളം പിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പിരിവും കാര്യങ്ങളൊന്നും ഇനി വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5 പൈസയുടെ ചിലവില്ല. പല സാധാരണക്കാരും ഇങ്ങനെയുള്ള വലിയ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ വീടൊക്കെ പണയം വെച്ചിട്ടായിരിക്കും ചികിത്സിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇനി വേണ്ട. ഈ ഒരു